Hi everyone, this is bijo. Welcome back to Financial Serve. നിങ്ങൾ ഓഹരി വിപണിയെന്നും സ്റ്റോക്ക് മാർക്കറ്റെന്നും അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റെന്നുമെല്ലാം കേട്ടിട്ടുണ്ടാകും. വിപണി താഴ്ന്നെന്നും അല്ലെങ്കിൽ വിപണി ഉയർന്നെന്നും എന്നുള്ള വാർത്തകളെല്ലാം ന്യൂസ് പേപ്പറിലൂടെ കണ്ടിട്ടുമുണ്ടാകും. അതുപോലെ നിഫ്റ്റി എന്നും സെൻസെക്സ് എന്നും നിങ്ങൾ കേട്ടിട്ടുമുണ്ടാകും. എന്താണിതെല്ലാം? ഇന്നു മുതൽ ഇന്ത്യൻ ഓഹരി വിപണിയെക്കുറിച്ച് നമ്മളൊരു സീരീസ് ആരംഭിക്കുകയാണ്. വളരെയേറെ വിശദീകരിക്കേണ്ട വിഷയമായതുകൊണ്ട് വിവിധ എപ്പിസോഡുകളായിട്ടായിരിക്കും നമ്മൾ വീഡിയോ തയ്യാറാക്കുന്നത്. നിങ്ങളൊരു എക്സ്പേർട്ട് ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഓഹരി വിപണിയെക്കുറിച്ച് അറിയുവാനും പഠിക്കുവാനും താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടും വളരെ സിമ്പിളായിട്ടും വീഡിയോ തയ്യാറാക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. ആദ്യം തന്നെ ഷെയർ അല്ലെങ്കിൽ ഓഹരി എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇന്ത്യൻ കമ്പനി നിയമം ഓഹരിയെ നിർവചിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഷെയർ മീൻസ് എ ഷെയർ ഇൻ ദി ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ആൻഡ് ഇൻക്ലൂഡിംഗ് സ്റ്റോക്ക്. അതായത് ഒരു വ്യക്തി ഒരു കമ്പനിയുടെ ഓഹരി വാങ്ങുമ്പോൾ ആ വ്യക്തി പ്രസ്തുത കമ്പനിയുടെ ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ഓഹരി ഉടമയായി മാറുന്നു. ഇത്തരത്തിലുള്ള അനേകം ഓഹരി ഉടമകൾ മുടക്കുന്ന മൂലധനത്തിൽ നിന്നും തുടങ്ങുന്ന കമ്പനി നല്ല നിലയിലെത്തുമ്പോൾ അതിന്റെ അനുപാതത്തിൽ തന്നെ ആ കമ്പനിയുടെ ഓഹരി വിലയിലും കുതിപ്പുണ്ടാക്കുന്നു. ഇപ്പോൾ ഓഹരി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി എങ്ങനെയാണ് നമ്മൾ ഓഹരി വാങ്ങുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രധാനമായും രണ്ട് രീതിയിലാണ് നമ്മൾ ഓഹരികൾ വാങ്ങുന്നത്. ഒന്നാമത്തേതിനെ പ്രൈമറി മാർക്കറ്റ് എന്നും രണ്ടാമത്തേതിനെ സെക്കൻഡറി മാർക്കറ്റ് എന്നും നമുക്ക് വിളിക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് പ്രൈമറി മാർക്കറ്റിലൂടെ എങ്ങനെ ഓഹരി വാങ്ങാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതിന് നമ്മൾ IPO അല്ലെങ്കിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്നെല്ലാം പറയുന്നു. അപ്പോൾ IPO വഴി അല്ലെങ്കിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫർ വഴി എങ്ങനെ നമുക്ക് ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങാമെന്ന് നോക്കാം. പോകാം സ്ക്രീനിലേക്ക്. ആദ്യം തന്നെ നമുക്ക് എന്താണ് IPO അഥവാ ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് നോക്കാം. പുതുതായി രൂപമെടുക്കുന്ന കമ്പനികളോ അല്ലെങ്കിൽ ബിസിനസ് വിപുലീകരിക്കുന്നതിനായി കൂടുതൽ മൂലധനം സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നിലവിൽ പ്രവർത്തിച്ചു വരുന്ന കമ്പനികളോ പൊതുജനങ്ങൾക്കായി ഓഹരികൾ ഇഷ്യൂ ചെയ്യുന്ന പ്രക്രിയയാണ് IPO അഥവാ ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത്തരത്തിൽ ലഭിക്കുന്ന ഓഹരികൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴി വിൽക്കുവാനും വീണ്ടും വാങ്ങുവാനും സാധിക്കുന്നതാണ്. അതേക്കുറിച്ച് വിശദമായി വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. 2016 മുൻപ് ഓഫ്ലൈനായി IPO അപേക്ഷകൾ സമർപ്പിക്കാമായിരുന്നു. എന്നാൽ 2016 മുതൽ പൂർണ്ണമായും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് അപേക്ഷകൾ സമർപ്പിക്കുന്നത്. ഓഹരി വിപണിയെക്കുറിച്ച് പലരും പഠിക്കാൻ വിമുഖത കാണിക്കുന്നതും അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കാത്തതും കൂടുതലായും ഇവിടെ ടെക്നിക്കൽ വേർഡുകൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. എന്നാൽ ഇവ എന്താണെന്ന് മനസ്സിലാക്കിയാൽ വളരെ രസകരമായി പഠിക്കാൻ കഴിയുന്ന ഒന്നാണ് ഷെയർ ട്രേഡിംഗ്. ആദ്യം തന്നെ IPO നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ചില വാക്കുകളും നിങ്ങൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ചില തയ്യാറെടുപ്പുകളും നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യം തന്നെ എന്താണ് ഡെപ്പോസിറ്ററി എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഇതിനെ ഒരു ബാങ്കുമായി ഉപമിക്കാവുന്നതാണ്. പണമിടപാടുകളാണ് ബാങ്കിൽ നടക്കുന്നതെന്ന് നമുക്കറിയാം. എന്നാൽ ഡെപ്പോസിറ്ററിയിൽ പണത്തിന് പകരം ഓഹരികൾ, ബോണ്ടുകൾ, ഡിബഞ്ചറുകൾ, മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ, ഗവൺമെന്റിന്റെ സെക്യൂരിറ്റികൾ തുടങ്ങിയവ ഇലക്ട്രോണിക് സംവിധാനത്തിൽ സൂക്ഷിക്കുകയും അവയുടെ ഇടപാടുകൾ നടത്തുകയുമാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ പ്രധാനമായും 2 ഡെപ്പോസിറ്ററികളാണ് ഉള്ളത്. ഒന്ന് CDSL അഥവാ സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ്, NSDL അഥവാ നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് എന്നിവയാണ്. ഇനി നമ്മൾ നോക്കുന്നത് DP അഥവാ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് എന്താണെന്നുള്ളതാണ്. നിങ്ങളൊരു ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ NSDL അല്ലെങ്കിൽ CDSL എന്നിവയിൽ ഏതെങ്കിലും ഒരു ഡെപ്പോസിറ്ററിയിൽ രജിസ്റ്റർ ചെയ്യണം. ഇത്തരത്തിൽ ഡെപ്പോസിറ്ററിയിൽ അക്കൗണ്ട് തുടങ്ങാൻ നിങ്ങളെ സഹായിക്കുന്നവരാണ് DP അഥവാ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ്. ചുരുക്കത്തിൽ CDSL, NSDL എന്നീ ഡെപ്പോസിറ്ററികളുടെ രജിസ്റ്റേർഡ് ഏജന്റാണ് ഇവർ. ബ്രോക്കിംഗ് കമ്പനികൾ, ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവരെല്ലാം DP ആയി സേവനം നടത്തുന്നവരാണ്. ഇത്തരം സ്ഥാപനം നടത്തുന്നവരുടെ ഐഡന്റിറ്റി നമ്പർ DPID എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി എന്താണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. നിക്ഷേപകർ DPകളിൽ ആരംഭിക്കുന്ന അക്കൗണ്ടുകളാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്നറിയപ്പെടുന്നത്.
നിക്ഷേപകർ IPO വഴിയും സെക്കൻഡറി മാർക്കറ്റ് വഴിയും വാങ്ങുന്ന ഓഹരികളും മറ്റ് സെക്യൂരിറ്റികളും സൂക്ഷിച്ചു വെക്കുന്നത് ഡീമാറ്റ് അക്കൗണ്ടുകളിലാണ്. നിക്ഷേപകർ ഒരു ഡീമാറ്റ് അക്കൗണ്ട് തുടങ്ങുമ്പോൾ നിക്ഷേപകർക്ക് ഒരു ക്ലയന്റ് ID അഥവാ ബെനിഫിഷ്യറി ID ലഭിക്കുന്നു. ഇത് nsdl 8 അക്കങ്ങളും cdsl 16 അക്കങ്ങളുമുള്ള നമ്പറുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് റിവൈൻഡ് ചെയ്യാം. ഓഹരി ഇടപാടുകൾ നടക്കുന്നത് ഡെപ്പോസിറ്ററിയിലാണെന്നും CDSL, NSDL എന്നീ ഡെപ്പോസിറ്ററികളാണ് ഉള്ളതെന്നും ഇത്തരം ഡെപ്പോസിറ്ററികളിലെ ഏജന്റുമാരെ DP അഥവാ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് എന്ന് വിളിക്കുന്നുവെന്നും ഡെപ്പോസിറ്ററിയിൽ നമ്മൾ അക്കൗണ്ട് എടുക്കുന്നത് ഇത്തരം ഏജന്റ് വഴിയാണെന്നും അത്തരത്തിലെടുക്കുന്ന അക്കൗണ്ടിനെ ഡീമാറ്റ് അക്കൗണ്ട് എന്നും പറയുന്നു. അക്കൗണ്ട് എടുക്കുമ്പോൾ നിക്ഷേപകന് ഒരു ക്ലയന്റ് ID ലഭിക്കുമെന്നും NSDL അത് 8 അക്കങ്ങളാണെന്നും CDSL അത് 16 അക്കങ്ങളാണെന്നും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് പ്രൈമറി മാർക്കറ്റിൽ നിന്നും IPO വഴി എങ്ങനെ ഓഹരികൾ വാങ്ങാം എന്നതാണ്. നമ്മൾ മുൻപ് പറഞ്ഞ സ്റ്റെപ്പ് എല്ലാം ഫോളോ ചെയ്ത് ഒരു ഡീമാറ്റ് അക്കൗണ്ട് എടുത്തതിന് ശേഷമാണ് IPOക്ക് അപ്ലൈ ചെയ്യേണ്ടത്. വിവിധ മാർഗങ്ങളിലൂടെ നമുക്ക് IPOക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ ഏറ്റവും എളുപ്പമായ 2 മാർഗങ്ങളാണ് നെറ്റ് ബാങ്കിംഗ് വഴി അപ്ലൈ ചെയ്യുന്നതും ഒരു ബ്രോക്കർ മുഖാന്തരം ട്രേഡിംഗ് അക്കൗണ്ട് എടുത്ത് അപ്ലൈ ചെയ്യുന്നതും. നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രോക്കർ മുഖാന്തരം അപ്ലൈ ചെയ്യുന്നതാവും കൂടുതൽ ഉചിതം. കാരണം നിങ്ങളെ മോണിറ്റർ ചെയ്യുന്നതിനും അഡ്വൈസ് ചെയ്യുന്നതിനും ഒരു മെന്റർ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ 9495530858 എന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. എൻ്റെ എക്സ്പീരിയൻസിൽ പലരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഓൺലൈൻ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്ത് കുറേ തുക അതിലിട്ട് നഷ്ടം വരുത്തി വയ്ക്കുന്നത്. നിങ്ങളൊരു എക്സ്പേർട്ട് അല്ല എങ്കിൽ അത്തരത്തിൽ നേരിട്ട് തുക ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപകടം വരുത്തി വയ്ക്കുകയുള്ളൂ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം നിങ്ങളൊരു ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കാൻ. ഇനി നമുക്ക് നെറ്റ് ബാങ്കിംഗ് വഴി IPO ഓഹരികൾക്ക് അപേക്ഷിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം നെറ്റ് ബാങ്കിംഗ് ഓപ്പൺ ചെയ്യുക. ശേഷം ഇൻവെസ്റ്റ്മെന്റ് വിഭാഗത്തിലെ അപ്ലൈ IPO അഥവാ IPO എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപേക്ഷകന്റെ ഡീമാറ്റ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, പാൻ എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അവിടെ നൽകുക. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന IPOകളുടെ വിവരങ്ങൾ ലഭിക്കുന്ന പേജിൽ പോയി നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന IPO തിരഞ്ഞെടുക്കുക. അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന ഓഹരികളുടെ എണ്ണവും നൽകാൻ തയ്യാറുള്ള വിലയും രേഖപ്പെടുത്തുക. സാധാരണഗതിയിൽ ഓഫർ വില ഒരു പരിധിക്കുള്ളിലായിരിക്കും കമ്പനികൾ പ്രഖ്യാപിക്കുക. അതിലെ ക്യാപ് വിലയിൽ, അതായത് ഉയർന്ന വിലയിൽ തന്നെ അപേക്ഷിക്കുന്നതാവും നിങ്ങൾക്ക് ഉചിതം. തുടർന്ന് നിർദ്ദേശങ്ങളും വ്യവസ്ഥകളും വായിച്ചതിന് ശേഷം കാണുന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ബ്രോക്കർ മുഖാന്തരം എടുക്കുന്ന ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലും IPOക്ക് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ഓപ്പൺ IPO എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഇതിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട IPO സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം പുതിയ IPOകളൊന്നും നിലവിലില്ലാത്തതിനാലാണ് നോ ആക്റ്റീവ് IPO എന്ന് കാണിച്ചിരിക്കുന്നത്. ഏതെങ്കിലും നല്ല കമ്പനികളുടെ പുതിയ IPO വരുമ്പോൾ വാങ്ങേണ്ട രീതി മുഴുവനായി നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതാണ്. ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമ്മൾ സംസാരിച്ച കാര്യങ്ങളുമായി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ പുതിയൊരു ടോപ്പിക്കും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ സൈൻ ഓഫ്, ബിജോ. ഹാവ് എ നൈസ് ഡേ.